ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഉമ്മമാരെ ഗൗരവത്തോടെ എടുക്കണം. ഉമ്മമാരെ, ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നതാണ്. മൂസാ നബിയെ വളർത്തിയ ആസിയ ബീവി എങ്ങനെയുള്ള പെണ്ണായിരുന്നെന്നറിയോ? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔനിന്റെ പെണ്ണായ ആസിയ ബീവി ഇത് ഖാലത്ത്, താൻ പറഞ്ഞു ഫിർഔൻ ഉപദ്രവിക്കാൻ വന്നപ്പോ, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ, അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നീ എനിക്കൊരു വീട് തരണേ അല്ലാഹ്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഈ ഫിർഔനിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ അല്ലാഹ്. വഅമലിഹി, അവന്റെ പ്രവർത്തനത്തിൽ നിന്നും. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഈ ആളുകളുടെ മുന്നിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വന്നത് ഇത്രയേറെ സൽവൃത്തയായ, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ഉള്ളില് ഒരു തൃക്കല്യാണം കടന്നു വരുമ്പോ അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പെണ്ണായിട്ട് കടന്നു വരുന്ന ആസിയ ബീവി ഈ മോനെ വളർത്തിയപ്പോ ആ മോൻ നന്നായി അല്ലാഹുവിന്റെ തൂർ സീനാ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അല്ലാഹുവിന്റെ ലിഖാഅ് കാണാനുള്ള മോനായി മാറിയെങ്കില് ഉമ്മമാരെ, മറ്റൊരു സംഭവം എന്തെന്നറിയോ? വാപ്പയില്ലാതിരിക്കട്ടെ, വാപ്പയില്ല, ആണുങ്ങളില്ല, മകനെ വളർത്താൻ ആണില്ല, പക്ഷേ ഉമ്മാ നിനക്കത് കഴിയും. ഉമ്മാ മൽ മസീഹ് ഇബ്നു മറിയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാപ്പ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാപ്പ ആരാ? ആരാ വാപ്പ? ഈസാ നബിയുടെ വാപ്പ ആരാ? ആരാ വാപ്പ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ആരാ വാപ്പ? കുളിക്കാൻ വേണ്ടിയിട്ട് മറയിൽ നിന്ന് മറിയം ബീവിയുടെ അടുത്ത് ഒരു സുന്ദരനായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാ, മറിയമേ എന്ന് വിളിക്കുമ്പോ, എന്റെ ശരീരം അന്യ പുരുഷന്മാര് കണ്ടിട്ടില്ല, മാറി നിൽക്കടാ എന്ന് പറയുമ്പോ, ഇല്ല മറിയമേ, ഞാൻ നിന്റെ റബ്ബിന്റെ അടുക്കൽ വന്ന് നിന്നതാണ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വന്നതാണ്. മറിയം ബിനത്ത് ഇമ്രാൻ അല്ലത്തി, മറിയം ആരെന്നറിയോ? അഹ്സനത്ത് ഫർജഹാ, അവളുടെ ഫർജ്, അവളുടെ ഗുഹ്യഭാഗം സൂക്ഷിച്ച പെണ്ണാണ് അവള്. ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, അവളുടെ റൂഹ്, എന്റെ റൂഹ് ഞാൻ അവളുടെ ഗർഭാശയത്തിലൂതി. മാത്രമല്ല ഫസദ്ദഖത് ബികലിമാതി റബ്ബിഹാ, അവളുടെ റബ്ബിന്റെ കലിമത്തിനെ അവൾ സൂക്ഷിച്ചവളാണ്. വകുതുബിഹി, അവന്റെ ഗ്രന്ഥത്തെ സൂക്ഷിച്ചവളാണ്. വകാനത്തു മിനൽ ഖാനിതീൻ, സത്വൃത്തയായ പെണ്ണായ മറിയമിന് അല്ലാഹു കൊടുത്ത മോനാണ് ഈസാ നബി. ഭർത്താവില്ലാതിരുന്നിട്ട് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഈസാ നബിയെ പൊന്നുപോലെ വളർത്തി ഒരു പ്രവാചകനാക്കിയെങ്കിൽ അതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകത്വത്തിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ അത്ഭുതം കൊണ്ടപ്പോ ഒരു പെണ്ണിനെ അള്ളാഹു നിയോഗിച്ചു. അള്ളാഹുവിന് വേണമെങ്കിൽ ഒരു ആണിനെ അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ അള്ളാഹുവിനൊരു വേറെ വഴിയിൽ പ്രകാശം കൊണ്ടൊരു മകനെ പടച്ചിട്ട് അവനെ ആക്കാമായിരുന്നു. ആക്കിയില്ലല്ലോ. അതാ പറയണം, ഉമ്മ നിങ്ങൾക്കാണ് വെയിറ്റും നിലയും വിലയും. അപ്പൊ അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ കരഞ്ഞിട്ട് കാര്യമേ ഇല്ല.
അതിന് ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. ഈ പരിശുദ്ധമായ മുഹറമിന്റെ ആദ്യ ആഴ്ചയിൽ എന്റെ ഉമ്മമാരോട് ഞാനത് പറയാണ്. തുടർന്ന് ഈ വിഷയങ്ങൾ വിശാലമായി നമ്മൾ ചർച്ച ചെയ്യും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ഉസ്താദേ, മകൻ 10, 12, 22 വയസ്സായി. ഇനി ഇത് കേട്ടിട്ട് എന്റെ മകനെ നന്നാക്കാൻ പറ്റുമോ? നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ദുആരക്കാം. അള്ളാഹുവിന്റെ വിധി തടയാൻ ദുആയ്ക്കല്ലാതെ കഴിയില്ല. 95% ക്യാൻസർ പിടിച്ചവൻ രക്ഷപ്പെട്ടത് ഈ ദുആ കൊണ്ടാണ്. 10 ദിവസമായിട്ട് ഹൃദയം തുറന്നു വെച്ചിട്ട് ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്ന കുട്ടി പിടിച്ചു നിന്നത് ഈ ദുആയാണ്. ഹൃദയത്തിന്റെ അകത്ത് സ്തംഭനം വന്നിട്ട് വെന്റിലേറ്ററിലായ നിലകൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പടപ്പുകളുടെ ദുആയാണ്. അങ്ങനെ ദുആ ഭയങ്കരമായ ദുആ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കളെ മക്കളാക്കേണ്ടതുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാ. നിങ്ങളെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുണ്ടല്ലോ, അവൻ പരിശുദ്ധനാണ്, അവൻ നല്ലവനാണ്, നല്ലവളാണ്. പിന്നെ ആരാണ് അവനെ മോശമാക്കുന്നത്? പിന്നെ ആരാണ് അവനെ കള്ളുകുടിയനാക്കുന്നത്? അവനെ ആരാണ് മോശത്തരത്തിലേക്ക് വലിച്ചഴയ്ക്കുന്നത്? ഇത് സുഫിയാൻ ബാക്കവി പറഞ്ഞതല്ല, ഇത് സ്വഹാബാക്കൾ പറഞ്ഞതല്ല, ഇവിടത്തെ മൗലിയാക്കന്മാർ വഴിപിഴ വയറ്റിപ്പഴപ്പിന് പറഞ്ഞതല്ല. ഉമ്മമാരെ, ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരായ അഷ്റഫുൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി, അവനെ യഹൂദനാക്കുന്നത്, വയുനസ്സിറാനിഹി, അവനെ നസ്റാനിയാക്കുന്നത്, വയുമജ്ജിസാനിഹി, അവനെ തീയുടെ ആരാധകനാക്കുന്നത് മാതാപിതാക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എപ്പോഴാ ഉസ്താദേ ഈ മക്കൾ നന്നാവാൻ വേണ്ടി, എന്റെ കുടുംബം നന്നാവാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കുക? പറഞ്ഞുതരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ, കല്യാണം കഴിയുമ്പോ ഒരു പെണ്ണ്, ഒരു ചെറുക്കൻ പെണ്ണിനെ ആലോചിക്കുമ്പോ മുതൽ അത് തുടങ്ങാണ്. ഒരു നല്ല ഇണകളാകണം. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ പെണ്ണ് സ്വാലിഹത്താണം ആകണം. എല്ലാ ക്വാളിറ്റിയും ദീൻ നോക്കണം. കഴിഞ്ഞവണ നമ്മൾ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പെണ്ണ് സൽവൃത്തയായ പെണ്ണായിരിക്കണം. ദീനീ ചിട്ടയുള്ള, നിങ്ങളെ കാഴ്ചപ്പാടിൽ നല്ല ദീനീ ചിട്ടയുള്ള ചെറുപ്പക്കാരൻ നമുക്കിനി കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കണം. നമ്മുടെ മക്കളുടെ ജീവിതം നന്നാക്കണം. ഇത് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പ്രായമായ ഉമ്മമാര് വിചാരിക്കും പോലെ കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും ഇതുപോലെ ജീവിക്കാൻ എന്റെ മക്കൾക്കെങ്കിലും നീ തൗഫീക്ക് നൽകണേ എന്ന് ദുആരക്കണം. തൗഫീക്ക് തരട്ടെ. അങ്ങനെ വേണം നമ്മൾ. അല്ലാതെ 15 വയസ്സാകുമ്പോ ചെറുക്കൻ ബൈക്കിൽ കയറി അവിടെ പോയി ഇടിച്ചു, അത് പറയാൻ വേണ്ടി അന്ന് കാക്കണേ അള്ളാഹ് ദുആ ചെയ്ത് ഇടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഉമ്മ? പിന്നെ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടോ? വണ്ടിയും പോയി, കാശും പോയി. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിന്റെ കല്യാണത്തിന്റെ പ്രഥമ രാത്രിയിൽ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതുപോലെ വജഅന ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ ഒരാണായ ഭർത്താവിന്റെയും ഒരു പെണ്ണായ ഭാര്യയുടെയും ഇടയിൽ അല്ലാഹു തരുന്ന മവദ്ദത്തും റഹ്മത്തും. അവരാദ്യമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോ ഇസ്ലാമികമായ ചൈതന്യത്തിൽ ബന്ധപ്പെടുന്നത് മുതൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നിദാനമാകുന്ന കാരണങ്ങളുണ്ട്. അന്ന് മുതൽ അവിടെ മുതൽ ഒരാണും പെണ്ണും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാവുക. അപ്പോഴാണ് നമ്മുടെ മക്കൾ ആബിദീങ്ങളാവുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പെണ്ണ് ആണുമായിട്ട് അടുക്കുമ്പോ, ഒരു പെണ്ണ് ആണുമായിട്ട് അവളുടെ ആദ്യ രാത്രിയുടെ കിടപ്പറയിൽ അടുക്കുമ്പോ അവർ ചെയ്യേണ്ട ഒരു ദുആ അവര് ചെയ്യണമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ മുതൽ,
അവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു ഭയങ്കരമായ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന സംവിധാനമാണ്. മക്കൾ ഉണ്ടാവുക എന്നത് 18 വർഷം കഴിഞ്ഞ് നമ്മുടെ മഹലിൽ ഒരു കുട്ടിയുണ്ടായി. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ഖൈർ കൊടുക്കട്ടെ, അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. മക്കൾ ഉണ്ടാവണേ ദ്വാരക്കുമ്പോ അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോ സന്തോഷമാണ്. മക്കൾ ഉണ്ടാകുമ്പോ വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഉമ്മമാരെ. ജീവിതത്തിൽ നമുക്ക് വരുന്ന സന്താനങ്ങൾ ഇന്ന് നാളെ മറ്റന്നാളത്തേക്ക് വേണ്ടി ഉള്ളതല്ല, സ്വർഗം വരെ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺമുമ്പിൽ പോകുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു നീറ്റൽ ഉണ്ടാവണം. റബ്ബേ നന്നാക്കി തരണേ അല്ലാ, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ എന്നൊരു ദുആ എപ്പോഴും ഉണ്ടാവണം. അല്ലാഹു നന്നാക്കി തരട്ടെ. ഒരു ദുആ ഭർത്താവും ഭാര്യയും തമ്മിൽ ഇണചേരുമ്പോഴുള്ള ദുആ അവിടെ മുതൽ തുടങ്ങാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാൻ. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ഈ ദുആ ഭയങ്കര ദുആയാണ്. ഇണചേരുന്ന വേളയിൽ മനുഷ്യ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം ഇണചേരുന്ന വേളയിൽ പൈശാചികമായ ഉപദ്രവം ഉണ്ടാകുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അല്ലാഹുവേ ജന്നിബ്ന നീ അകറ്റേണമേ അശ്ശൈത്വാന ശൈത്വാനിനെ നീ അകറ്റേണമേ. ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വജന്നിബി ശൈത്വാന ശൈത്വാന നീ അകറ്റേണമേ ഫീമാ റസഖ്തനാ ഇതിലൂടെ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കുഞ്ഞിനെ പിശാചിൽ നിന്നും നീ അകറ്റേണമേ അല്ലാഹ്. ആരെങ്കിലും ഈ ദുആ ചെയ്താൽ ഈ ദുആ ചെയ്തൊരു കുട്ടി നിങ്ങൾക്കുണ്ടായാൽ ലം യദുർഹു ശൈത്വാൻ ശൈത്വാൻ അവനെ സ്പർശിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ദുആ ഒക്കെ പഠിക്കണം. ഈ അദ്കാറില് അങ്ങനെയുള്ള കിതാബുകളിലൊക്കെ ഈ ദുആ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദുആയുടെ ഇത് കൂടുതലും ആണുങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത്. നമ്മളും അത് മനസ്സിലാക്കിയിരിക്കുക. കയറി വരുന്ന ഭർത്താവിനും ഇണയ്ക്കും തുണയ്ക്കും അറിയില്ലെങ്കിൽ ഇത് പകർന്നു കൊടുക്കുക. ഇത് എഴുതി വെച്ച് പഠിക്കേണ്ടതാണ് ഉമ്മമാരെ. ഇത്തരമുള്ള കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞ് ഒരു വൈകാരിക പൂർത്തീകരണമല്ല ദാമ്പത്യ ജീവിതം. ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്, അതിന്റെ വിജയം എന്ന് പറയുന്നത് അത് സന്താനോത്പാദനം തന്നെയാണ്. അതിൽ അല്ലാഹു നമുക്ക് തരുന്ന സന്തോഷം അത് ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷം തന്നെയാണ്. പക്ഷേ ഇവിടെയെല്ലാം ഇസ്ലാം നമുക്ക് തരുന്ന ഒരു മർമ്മങ്ങൾ പറഞ്ഞു തരുന്ന ചിട്ടവട്ടങ്ങൾ ഇതൊന്നും പാലിക്കാതെ വരുമ്പോഴാണ് നമ്മളുടെ മക്കൾ തലതിരിഞ്ഞു പോകുന്നത്. മക്കൾ നന്നാവണം എന്ന് പറയുമ്പോ നിങ്ങൾ 100 രൂപ കൊണ്ട് തരുമ്പോ ദുആ ചെയ്യാൻ നല്ല എളുപ്പ. പള്ളിക്ക് 100 രൂപ കിട്ടും, അവർക്കും വലിയ സന്തോഷം. അവർ വെണ്ടക്കാശത്തി കമ്മിറ്റിക്കാർ എഴുതി കൊണ്ടുതരും. മക്കൾ നന്നാവാൻ വേണ്ടി ഉമ്മ ഒരു സഹോദരി 100 രൂപ. നന്നാവുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കാതെ അള്ളാന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ടുമ്മ? അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറയാണ്, ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനപരമായ ലക്ഷ്യം ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് മക്കൾ ഉണ്ടാകണമെങ്കിൽ കല്യാണം കഴിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ, സ്നേഹമുള്ള പെണ്ണുങ്ങളെ, കന്യകളായ പെണ്ണുങ്ങളെ, മാത്രമല്ല ധാരാളം പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ വിവാഹം കഴിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. ഈ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇണകളും തുണകളും ഭർത്താവിന് ഭാര്യയുടെ ഔറത്ത് മുഴുവൻ കാണാൻ അവസരമാണെങ്കിലും ജായിസാണെങ്കിലും അതിനെ തൊട്ടൊക്കെ ഒരു പിടി നമ്മൾ സൂക്ഷിച്ചിരിക്കുക. ഒരുപാട് നിബന്ധനകൾ പറയുന്നുണ്ട്. ശരീരം വിവസ്ത്രയാകാതെ നിങ്ങൾ പരസ്പരം സൂക്ഷിക്കേണ്ടതുണ്ട്. ഉമ്മമാരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലാ റഅയ്തു മിൻഹു വലാ നീ റഅയ്നി.
വലാ റഅയ്തു മിൻഹു വലാ മിന്നി. ഞാൻ എന്റെ റസൂലുള്ളാഹിയായ എന്റെ ഭർത്താവിന്റെ ഗുഹ്യഭാഗം ഞാൻ കണ്ടിട്ടില്ല. വലാ മിന്നി, എന്റെ ഗുഹ്യഭാഗവും റസൂലുള്ളാഹി കണ്ടിട്ടില്ല. ഈ ഒരു സൂക്ഷ്മത നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായി വെടിപ്പായി അവരുടെ കുടുംബ ജീവിതത്തിലും അവരുടെ ഭർത്താവിന്റെയും ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിച്ച് ഒരു ക്ലാരിറ്റിയായ വൃത്തിയുള്ള ജീവിതം ഉണ്ടാക്കി ഇതെല്ലാം നല്ല സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ. ഇസ്ലാമിന്റെ ഇതെല്ലാം ശ്രദ്ധിക്കൂല, ഇസ്ലാം പഴഞ്ചനാണ്, ഇതിനൊക്കെ എതിർക്കപ്പെടുന്നു, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ സ്വഹീഹായ ഹദീസ് അല്ല, ഇതൊക്കെ അന്വേഷിച്ചു പോവേണ്ട കാര്യമില്ല എന്നൊക്കെ പലരും പറയുമെങ്കിലും ഉമ്മമാരെ, ഇസ്ലാമിന്റെ ഈ ചിട്ടകളൊക്കെ എവിടെ ആരൊക്കെ തെറ്റിച്ചിട്ടുണ്ടോ അവിടെയൊന്നും ഒരാൾക്കും സമാധാനം കിട്ടിയിട്ടില്ല. കുടുംബ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അള്ളാന്റെ റസൂല് നീ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാത്തത് കൊണ്ടല്ലേ. നീ ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ന ദുആ നീ ചെയ്യ്. നീ ബാത്റൂമിൽ കയറുമ്പോ ഇടത് കാല് വെച്ചിട്ട് നീ കേറ്, എന്നിട്ട് നീ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് നീ കേറ്. നിനക്ക് രോഗം ഉണ്ടാവില്ല, നിന്റെ ശരീരത്തിന് പ്രയാസം ഉണ്ടാവില്ല. നീ ഇറങ്ങുമ്പോ നീ ദുആ ചെയ്യ്, അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എനിക്ക് സുഖം തന്ന അല്ലാഹ്, സന്തോഷം തന്ന അല്ലാഹ്, സമാധാനം തന്ന അല്ലാഹ്, നിനക്ക് സർവസ്തുതി. ഇതാര് ചെല്ലുന്നുണ്ട്? ഇതാര് ചെല്ലുന്നുണ്ട്? അതിനുശേഷം അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി. അല്ലാഹുവേ എന്റെ ഗുഹ്യഭാഗം നീ ശുദ്ധിയാക്ക്, അല്ലാഹ് നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്ന എത്ര പേരുണ്ട്? ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന എത്ര പേരുണ്ട്? തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ അല്ലാഹുമ്മ വലജനല്ലദി എന്ന് പറഞ്ഞ് സുന്ദരമായ നിബിധങ്ങൾ പഠിപ്പിച്ച് ദുആ ചെല്ലുന്ന ആരുണ്ട്? മക്കൾക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ബിസ്മി പറയുന്ന ആരുണ്ട്? മുലപ്പാല് കൊടുക്കുന്ന കുഞ്ഞിന്റെയിൽ നിങ്ങളുടെ മാരടങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ ബിസ്മി പറഞ്ഞ് പാല് കൊടുക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇവിടെയൊക്കെ മക്കൾ സ്വാലിഹീങ്ങളാകാനുള്ള കാരണങ്ങളുണ്ട്. നിങ്ങൾ ഗർഭിണികളായിരിക്കുമ്പോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടി റൂഹ് ഊതുമ്പോ ആ സമയത്ത് പോലും നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് കുട്ടിയെ ബാധിക്കുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. മെഡിക്കൽ സയൻസ്, ആധുനിക ടെക്നോളജി, അവർ ഹൃദയമിടിപ്പും ഗർഭിണിയായ പെണ്ണിന്റെ ഹൃദയമിടിപ്പും കുട്ടിയെയും വെച്ച് താരതമ്യ പഠനം നോക്കിയപ്പോൾ ഈ പെണ്ണിനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിൽ പ്രതിഫലിക്കുന്നതായിട്ട് കണ്ടു. ഉമ്മമാരെ ഗൗരവത്തോടെ എടുക്കണം നമ്മൾ. ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഗർഭിണിയായ പെണ്ണ് ദിക്റിലായിരിക്കുക, അവർ ഖുർആൻ പാരായണത്തിലായിരിക്കുക, നല്ല രീതിയിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിട്ടാവട്ടങ്ങൾ അനുസരിച്ചുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കുക. പണ്ടൊക്കെ മുൻകാലങ്ങളിൽ നഫീസത്തുമാലയും ബദർ മൗലിദും ബദരീങ്ങളുടെ പേരും പറഞ്ഞ് ദുആ ചെയ്യുമായിരുന്നു. ഇന്ന് സിനിമയും സീരിയലും പാട്ടുമായിട്ട് വളർന്നപ്പോ നമുക്കുണ്ടാകുന്ന നല്ല പ്രസവങ്ങൾ സിസേറിയനായിട്ടും അത് മോശത്തരമായിട്ടും ആരോഗ്യമില്ലാത്ത കുഞ്ഞുങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും എന്തോ വലിയൊരു പ്രശ്നം പോലെ കാണുന്ന ലേബർ റൂമുകൾ. പ്രസവം എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഭയാനകരമായ ഒരു അവസ്ഥയാ വരുന്നത്. പണ്ടൊന്നും അങ്ങനെയില്ല, പറഞ്ഞു കേട്ടതാണ്. പണ്ടൊന്നും അങ്ങനെയില്ല. ഇന്നും കോഴിക്കോട് ജില്ലയുടെ പാണക്കാട് വലിയ കാലി തങ്ങള് 11 മക്കളുണ്ട്. 11 മക്കൾ, അതിൽ 2 എണ്ണത്തിന്റെയും വീട്ടിൽ വയറ്റാട്ടി വന്നാണ് ഉസ്താദ് എടുത്തെന്ന് ഒരു ദിവസം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇസ്ലാമിന്റെ ചിട്ടാവട്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ ഇന്നും ഉണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, ദീനിയായ ബോധം ഒരു പെണ്ണിനില്ലാതെ ആ കുടുംബത്തിൽ ദീൻ ഉണ്ടാവൂല എന്നാണ് ഞാൻ പറയുന്നതിന്റെ ആകത്തുക. അതുകൊണ്ട് പഴയതിലേക്ക് മടങ്ങ്, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കൈപിടിച്ചു ഓത്, തസ്ബീഹിന്റെ മാലകൾ മറക്കി ദിക്ർ ചൊല്ല്, ദുനിയാവിലെ സംസാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്ക്, നല്ല ഉമ്മമാരാക്. അല്ലാതെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സമാധാനം അല്ലാഹു തരുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരു കുട്ടി ജനിച്ചു വന്നാലോ, ഒരു കുഞ്ഞ് ജനിച്ചു വന്നാലോ
ഞാൻ എന്റെ മക്കളെ കഞ്ചാവിന്റെ അടിമയാണ് ഉസ്താദേ, എന്ത് ദുആയാണ് ഞാൻ ചെയ്യേണ്ടത്? ഖുർആൻ ഖത്തം തീർക്കുകയാണ്, ദിക്റുകൾ മൊത്തം ചെല്ലുകയാണ്. മക്കള് സ്കൂളിൽ പോകുമ്പോ വാപ്പാ നിനക്ക് വേവലാതിയാണ്, ഉമ്മ നിനക്ക് വേവലാതിയാണ്. എന്റെ മകൾ എങ്ങനെയാണ് റഹ്മാനെ തിരിച്ചു വരുന്നത്? എന്റെ മകൻ എങ്ങനെയാണ് റഹ്മാനെ തിരിച്ചു വരുന്നത്? ലോകം മൊത്തം മോശമായ വാർത്തയാണല്ലോ. എന്നാൽ നീ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇമാം ഇബ്നു ഹജർ തങ്ങള് തന്റെ തുഹഫയിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇബ്നു ഹജർ ഹൈതമി തങ്ങള് തന്റെ തുഹഫ എന്ന ബഹുമാനപ്പെട്ട ഗ്രന്ഥത്തിൽ അവരുടെ ശിഷ്യനായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റഹിമഹുല്ലാഹ് കേരളത്തിന്റെ ഇൽമിന്റെ വെളിച്ചത്തിൽ യമനിൽ നിന്ന് കടന്നു വന്ന് മലപ്പുറം ജില്ലയുടെ പൊന്നാനിയിൽ അന്തിയിറങ്ങുന്ന ശൈഖുനാ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ റഹിമഹുല്ലാഹ് സാനി രണ്ടാമൻ അവരുടെ ഫത്ഹുൽ മുഈനിലും ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഉമ്മമാരെ, കുഞ്ഞ് ജനിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഇന്ന് ഉമ്മമാർക്കറിയില്ല. ഉടനെ ഉസ്താദിനെ വിളിക്കുകയാണ്, എന്താണ് ഉസ്താദേ ചെയ്യേണ്ടത്? വെപ്രാളമാണ്, സഞ്ചാരമാണ്, പരക്കം പാച്ചിലാണ്. ഉമ്മമാരെ, ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അതൊക്കെ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. പറയട്ടെ, അതോ അറിയാവോ നിങ്ങൾക്ക്? എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, എന്തെല്ലാം കാര്യം അറിഞ്ഞൂടാ? പിന്നെ അറിയാത്ത കാര്യം പറഞ്ഞാൽ മതിയില്ല. നിങ്ങളെ മക്കളൊക്കെ ജനിച്ചപ്പോ എന്തൊക്കെ ചെയ്തു ഉമ്മമാരെ? എന്തൊക്കെ ഒന്നും ചെയ്തില്ലേ? മക്കളെ അപ്പൊ തന്നെ ചോദിക്കും, ഉസ്താദേ പേര് വേണം, എന്ത് പേരാണ് വേണ്ടത്? അബ്ദുള്ള മോനെ. എവിടെ വെറൈറ്റി അന്വേഷിച്ച് എവിടെ പോനാ? അപ്പൊ ഞാൻ പറഞ്ഞു വെറൈറ്റി ഒരു പേര് പറഞ്ഞു തരട്ടെ. പറയൂ. സുഫിയാൻ. ഇത്രയും നല്ല വെറൈറ്റി പേര് ആർക്കാണുള്ളത്? ഫാത്തിമ, പിന്നെ ഹീറ ഹോണ്ടെന്നോ അങ്ങനെ. ഫാത്തിമ ഇട്ടാ പിന്നെ ഏതെങ്കിലും ഒരു പേരിട്ടാ മതി. ഫാത്തിമ എന്ന് പറഞ്ഞോ, പിന്നെ ഹീറ ഹോണ്ട പൾസർ വണ്ടിയുടെ പേരൊക്കെ ആയിരിക്കും. അതിന്റെ അർത്ഥം അന്വേഷിച്ച് എവിടെ പോകുമാരെ? അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ട പേര് എന്തെന്നറിയോ? അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, നിങ്ങൾക്കത് ഇഷ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്നറിയോ? ഏതാണ്? അബ്ദുള്ള. ആരാണ്? എന്താണ്? അബ്ദുള്ള. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാ അബ്ദുള്ള. ഇന്ന് എങ്ങനെ ഏതെങ്കിലും ഉമ്മാട്ട് ഇടാൻ പറഞ്ഞ ഉസ്താദ് പഴഞ്ചൻ. ഉസ്താദ് പഴഞ്ചൻ തന്നെയാ. കാരണം ഉസ്താദ് പഴയ അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടാ ഉസ്താദ് അത് പറഞ്ഞു തരണേ. ഏതോ ഒരു കൊച്ചിന് അക്സാന്ന് പേരിട്ട് അക്സാന്ന് പേരിട്ട്. ഞാൻ ചോദിച്ചു, എന്താ പുള്ളി അക്സാന്റെ പേരിടാനുള്ള കാരണം? അക്സ എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങേയറ്റം എന്നാണ്. അവിടെ എന്താണ്? അങ്ങേയറ്റം. അപ്പൊ ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഈ പുള്ളി മസ്ജിദുൽ അക്സയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇട്ട പേരാണ് അക്സ ഫാത്തിമ. അക്സ എന്ന് വിളിച്ചു. ഞാൻ മനസ്സുകൊണ്ട് കരുതി, റഹ്മാനെ വല്ല ലണ്ടനിലോ ആഫ്രിക്കയിലോ ആവാത്തത് ഭാഗ്യം. എങ്ങനെ ലണ്ടനിലാണെ കൊച്ചിന്റെ പേര് ലണ്ടൻ നിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ട് പരിപൂർണ ഗർഭിണിയായ ഒരു പെണ്ണ്. അവള് സിനിമ കണ്ടിരിക്കുകയാണ്, ഷാറൂഖ് ഖാന്റെ സിനിമ. അന്ന് പ്രസവവേദന വന്ന് പ്രസവിച്ചു. ഇട്ട പേര് ഷാറൂഖ് ഖാൻ എന്നാ. കൊച്ചിനിട്ട പേര് ഷാറൂഖ് ഖാൻ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പേരിടലും അതൊക്കെ നിങ്ങൾ കരുതി വെക്കണം. പേരൊക്കെ നിങ്ങൾ കരുതി വെച്ചോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ല പേരുകൾ, നല്ല പേരിട്ട് വിളിക്കണം. നല്ല മക്കൾക്ക് നല്ല പേരിടണം. അതല്ലേ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വാപ്പ വന്ന് പരാതി പറഞ്ഞല്ലോ, നബിയെ എന്റെ മോൻ എന്നെ അനുസരിക്കുന്നില്ല നബിയെ, എന്നാ നീ പോയി നിന്റെ മോനെ വിളിച്ചോണ്ട് വാന്ന് ചോദിച്ചപ്പോ മാം പറഞ്ഞു, അല്ലയോ റളിയല്ലാഹു അൻഹുവേ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, മകനിക്ക് വാപ്പാടത്ത് മാത്രമേ കടമയുള്ളൂ, ഈ വാപ്പാക്ക് മകനോട് കടമയൊന്നുമില്ലേ? ഉണ്ടല്ലോ. എന്താണ് നീ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? നീ പറ. അപ്പോൾ ആ മാം പറഞ്ഞു, എന്തൊക്കെയാണ് അമീറുൽ മുഅ്മിനീൻ, ഒരു വാപ്പാക്ക് മകനോടുള്ള കടമ എന്തൊക്കെയാണ്?
മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിനക്ക് നല്ല പേരിടണം, നിനക്ക് നല്ല വിദ്യാഭ്യാസം തരണം, നിന്നെ ദീനീ ചിട്ടയോടെ ഖുർആൻ പഠിക്കാൻ വളർത്തണം, നിന്നെ നല്ല നിലയിൽ ഹലാലായ പൈസ തന്ന് നിന്നെ വളർത്തണം. ഇത് വാപ്പാടെ കടമയാണ്. എന്നാൽ അമീറുൽ മുഅ്മിനീൻ, എന്റെ വാപ്പ എനിക്കിതൊന്നും ചെയ്തു തന്നിട്ടില്ല. എനിക്കിട്ടേക്കുന്ന പേര് കരിവണ്ടെന്നുള്ള അർത്ഥം വരുന്ന പേരാണ്. എന്റെ വാപ്പ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ടില്ല അമീറുൽ മുഅ്മിനീൻ. മാത്രമല്ല എന്റെ ജീവിതത്തിൽ ഹലാലായ പൈസ സമ്പാദിക്കുന്ന ആളല്ല എന്റെ വാപ്പ. അതുകൊണ്ട് അവരെ പിടിച്ചു കെട്ടു അമീറുൽ മുഅ്മിനീൻ. നോക്ക്. അപ്പൊ നമ്മുടെ മക്കളെന്ന് പറയുന്നത് അവർ ബുദ്ധിയുള്ള മക്കളാണ്. നമ്മൾ ദീനീ ചിട്ടയോടുകൂടിയാണോ അല്ലയോ ജീവിക്കുന്നത് ഈ മക്കള് കാണുന്നുണ്ട്. അതുകൊണ്ട് ഉമ്മമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതം കുടുംബത്തിൽ ഉണ്ടാവണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. 24 hours നിങ്ങളിലെ ഫോൺ പലക പോലത്തെ ഫോൺ എടുത്ത് ചെവിയിലും വെച്ച് വാട്സാപ്പിൽ നോക്കി ഇരുന്നിട്ട് മക്കളെടുത്ത് മാറണം എന്ന് പറയുന്ന നടപടിയാണ്, കേസല്ലോ. സംഗതി കെട്ടിയവനൊക്കെ ആര് കഴിയുമ്പോൾ വിളിക്കണത് കുറയ്ക്കണം. പിള്ളേർക്ക് ചോറ് കൊടുക്കണോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. നല്ല റാഹത്ത്. മക്കളെ കുറയണ സമയത്ത് കൂടുതൽ സംസാരിച്ചോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇതൊക്കെ ഗ്രാസ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യമായിട്ട്, കുഞ്ഞ് ജനിക്കുമ്പോ ആദ്യം എന്താണ്, കരയോ ചിരിക്കോ? കുഞ്ഞ് കരയോ ചിരിക്കോ? ബിലാൽ, നീ കരയാണ ചിരിക്കാണ കരയാണ ജനിച്ചപ്പോൾ? കരയൂലേ? ഇത് പ്രത്യേക കരച്ചിലാണ് ആ സമയത്ത്. കാരണം എന്തെന്നറിയാവോ? ഒരു കുഞ്ഞും ജനിക്കുകയില്ല. മാമിൻ മൗലൂദിൻ, ഒരു കുഞ്ഞും ജനിക്കുകയില്ല ഇല്ലാ ഖൻസത്തി ശൈത്വാൻ, പിശാചിന്റെ സ്പർശനമേക്കാതെ ഒരു കുഞ്ഞും ജനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓ, പിശാച് എന്തായാലും തൊട്ടിരിക്കും. ഇവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവനിക്ക് പിടുത്തം കിട്ടുമോ, ഇവന് തൊട്ടേ പറ്റൂ. രണ്ടുപേരൊഴികെ രണ്ടുപേരെ പിശാച് തൊട്ടിട്ടില്ല. ഇല്ല ഇബ്ന മറിയമ, മറിയമിന്റെ മകൻ ഈസയെ പിശാച് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനെയും പിശാച് തൊട്ടിട്ടില്ല. കണ്ടോ, ബാക്കി എല്ലാരെയും തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. അപ്പൊ ഈ കരച്ചിൽ നിന്ന് രക്ഷപ്പെടണോ, ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ട കാര്യം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. മൻ ഉലിദ ലഹു വലദുൻ, ഒരുവനൊരു കുട്ടിയുണ്ടായി എന്നാൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംനാ, അവന്റെ വലത് ചെവിയിൽ നീ ബാങ്ക് കൊടുക്കണേ. വഇഖാമത്തി ഫിൽ യുസ്റാ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണേ. എന്നാൽ ആ കുട്ടിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു, കയ്യിൽ കിട്ടിയ ഉടനെ വലത് ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുത്തു, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുത്തു. എന്നാൽ ലം യദുർഹു ഉമ്മുസ്ബിയാൻ, കുട്ടികളെ ഇങ്ങനെ പിടിക്കുന്ന ഒരു ജിന്നുണ്ട്, ശൈത്താന്റെ ഇനത്തിൽപ്പെട്ടത്. ആ ജിന്നിന്റെ പേരാണ് ഉമ്മുസുബിയാൻ. ഈ ഉമ്മുസുബിയാൻ ഈ കുഞ്ഞിനെ സ്പർശിക്കില്ല നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ കുഞ്ഞ് പിശാചിൽ നിന്ന് രക്ഷപ്പെടും, കുഞ്ഞിന് അസുഖം ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾ ഇത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുട്ടി, മഹാനായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊന്നാര മോനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. പഠിച്ചു വെച്ചോട്ടോ. വീട്ടിൽ പോയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കണം. ഇവിടെ ഇരുന്ന് എഴുതാൻ അവിടെ ആകെ ഇരുട്ടായത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ തന്നെ എഴുതിപ്പിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ അത് എഴുതി വെച്ചോണം. ഒന്ന്, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുത്തതിന് ശേഷം രണ്ടാമത് സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കുക കൊച്ചിന്റെ ചെവിയിൽ.
സബീൽ. എന്ത് ചെയ്യാ? സൂറത്തുൽ പറ മക്കളെ, ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? ഏതാ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ആ സൂറത്തല്ലേ? സൂറത്തുൽ ഇഖ്ലാസ് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ്. ല്ലേ? എല്ലാവരും പയ്യോ നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിന്റെ അർത്ഥം തന്നെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്, അല്ലാഹു സമദാണ്. എന്താണ് സമദ്? സമദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ലാഹുവിനെ ആവശ്യമാണ്, എന്നാൽ അല്ലാഹുവിന് ആരെയും ആവശ്യമില്ല. ഇതാണ് സമദ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, അല്ലാഹു പ്രസവിച്ചിട്ടില്ല, വലം യൂലദ്, അല്ലാഹുവിനെ ആരും പ്രസവിച്ചതും അല്ല. അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടില്ല, അല്ലാഹുവിനെ ആരും പ്രസവിക്കപ്പെട്ടതും അല്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന് പകരമായി ഇവിടെ ഒരാളും ഇല്ല. ഇത് ഈ സൂറത്ത് നിന്റെ കുട്ടിയുടെ ചെവിയിൽ ഊതിക്കൊടുത്താ പിന്നെ ആ കുട്ടിയെ പിശാച് തൊടില്ല. നബി മുഹമ്മദ് മുസ്തഫ. ഫാത്തിമ ബീവി ഗർഭിണിയായി ആദ്യത്തെ മകനെ പ്രസവിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. വലത് ചെവിയിൽ ബാങ്ക് വിളിച്ച ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വലത്തെ ചെവിയിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയെന്ന് പരിശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം. ഒന്നെന്തെയ്യാ? വാങ്ങു കൊടുക്കുക. രണ്ടെന്തെയ്യാ? ഇഖ്ലാസ് സൂറത്ത് ഓതുക. മൂന്നാമതൊരു കാര്യം കൂടെ ചെയ്യണം. മൂന്നാമതൊരു കാര്യം, ഇത് ഇബ്നു ഹജർ തങ്ങള് നോക്കിയപ്പോ വിശാലമായിട്ട് കിടക്കാണ്. ഹസ്രത്ത് ഹന്നാ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ പിഞ്ചോമന മകൾ പ്രസവിക്കപ്പെട്ടപ്പോ ബീവിയുടെ മകളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ആ മറിയം ബീവി പ്രസവിച്ചപ്പോ മുന്നിൽ നിന്നുകൊണ്ട് ദുആയിരുന്നു. ഒരു ദുആ ഉണ്ട്, അത് കുഞ്ഞിന്റെ ചെവിയിൽ ഓതൽ സുന്നത്താണ്. ഹന്നാ ബീവി ദുആയിരുന്നു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി ഉഈദുഹാ ബിക, നിന്നെ കൊണ്ട് ഞാൻ ഈ കൊച്ചിന് ശരണം തേടുന്നു. അല്ലാഹ് വദുർരിയതഹാ, ഈ കൊച്ചിന് ഉണ്ടാകുന്ന കുട്ടിയെയും മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈസാ നബിയെ പിശാച് തൊട്ടില്ലാന്ന്. ഈ ദുആയാണ് കാരണം. മറിയം ബീവിയെ പ്രസവിച്ചപ്പോ ഹന്നാ ബീവി ദുആയിരുന്നു, അല്ലാഹുവേ എന്റെ കുട്ടി മറിയമിനുണ്ടാവുന്ന കുട്ടിയെയും പിശാച് തൊടല്ലേ അല്ലാഹ് എന്ന് ദുആയിരുന്നു. ആ ദുആയുടെ ഫലം കൊണ്ട് ഈസാ നബി എന്ത് ചെയ്തില്ല? പിശാച് തൊട്ടില്ല. അപ്പൊ ഈ ദുആ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ എഴുതി വെച്ച് പഠിച്ചോളണേ ഉമ്മമാരെ. അല്ലാഹു നമുക്ക് നല്ല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇതൊരു മാർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനു ശേഷം നീ ചെയ്യേണ്ട കാര്യം ഇഖാമത്ത് കൊടുക്കണം ഉമ്മമാരെ. ഇതിനു ശേഷം നിങ്ങൾ ഇഖാമത്ത് കൊടുക്കണം. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലൊക്കെ പഠിപ്പിച്ചെന്നേക്കാണ്. ആരും ചെയ്യണം? ബാങ്ക് കൊടുക്കും, ഇഖാമത്ത് കൊടുക്കും, പേരും വിളിക്കും, ഖലാസ്. ഒരുപാട് കാര്യങ്ങൾ. ഒന്നെന്താ നമ്മൾ ചെയ്ത് പറ? ഒന്ന്, നമ്മൾ ബാങ്ക് കൊടുത്തു. രണ്ടെന്ത് ചെയ്തു? സൂറത്തുൽ ഇഖ്ലാസ് ഓതി. മൂന്ന്, നമ്മൾ എന്താ ദുആ ചെയ്തത്? അല്ലാഹുമ്മ. ഒന്ന് പറഞ്ഞ എല്ലാരും, അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ
ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന് ദുആരക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്തവരൊക്കെ മറ്റവർക്കൊക്കെ അയച്ചുകൂടെ? ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഇത് ഘട്ടം ഘട്ടമാണ്. ആവശ്യമുള്ളവർ ചോദിച്ചാൽ എന്തെങ്കിലും എഴുതി തരുമ്പോൾ ചുരുട്ടി കൂട്ടി വല്ല ബക്കറ്റിൽ കൊണ്ടുവന്ന ആൾക്കാർ മേടിക്കണ്ട. ആവശ്യമുള്ളവർ നിങ്ങൾ ആവശ്യപ്പെട്ട വൃത്തിയായിട്ട് ഞങ്ങൾക്ക് എഴുതരാം എന്ന് സമയം പോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഇതിന് ശേഷം ഇഖാമത്തും കൊടുത്തു. ഇനി ശേഷം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ്? ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്താ ചെയ്യണത്? ഇനി നിങ്ങൾ എന്താ ചെയ്യണത്? അസ്രായേൽ റൂഹ് പിടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടാ. ശേഷം മധുരം തൊട്ട് കൊടുക്കണം. എന്തൊട്ട് കൊടുക്കണം? എന്തൊട്ട് കൊടുക്കണം? മധുരം. മധുരം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരക്ക് എടുത്തു. ചവച്ചരച്ചിട്ട് അതിന്റെ ചെറിയ ഒരു തുണ്ട് തന്റെ തുപ്പുനീരിൽ നിന്നെടുത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ, മകന്റെ വായിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അവനെ പേരിട്ട പേരെന്താണ്? അബ്ദുല്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞത് അബ്ദുല്ലാ എന്ന അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്. മുഹമ്മദേ മുഹമ്മദ് എന്ന് അള്ളാഹു എപ്പോഴും വിളിക്കുമ്പോഴും യാ മുഹമ്മദ്, അള്ളാഹു എപ്പോഴും റസൂൽ എപ്പോഴും ആഗ്രഹിച്ചത് അബ്ദുല്ലാ അബ്ദുല്ലാ എന്ന് വിളിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ അടിമ, സുന്ദരമായ പേരിട്ടു. അപ്പൊ അതുകൊണ്ട് മധുരം കൊടുക്കണം. മധുരം കൊടുക്കാൻ ഏറ്റവും നല്ലത് കാരക്കയാണ്. മധുരം കൊടുക്കാൻ ഏറ്റവും നല്ലത് കാരക്കയാണ്. തേനെന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഗ്രന്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത് കാരക്കയാണ്. കാരക്ക കൊടുക്കണം. ആര് കൊടുക്കണം? അവിടെയാണ് വാപ്പ കള്ളുടിയനാണെങ്കിലും എന്റെ വാപ്പ കൊടുത്താൽ മതി, അടിച്ച് കീറായിട്ടെന്നാലും വാപ്പ കൊടുത്താൽ മതി. കൊടുക്കേണ്ട ആരാണ്? അങ്ങനെ കൊടുത്താൽ മകന് കുറച്ച് കഴിയുമ്പം അടിച്ച് കീറി വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതിപ്പോ തന്നെയല്ലേ? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതിന് തഹ്നീഖ് എന്നാണ് പേര്. യംബഗി, അനിവാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുമ്മമാരെ, ഉപ്പമാരെ ശ്രദ്ധിച്ച് കേൾക്ക്. ആരാണ് കുഞ്ഞിന് മധുരം കൊടുക്കേണ്ടത്? ആരാണ് കുഞ്ഞിന് മധുരം കൊടുക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങള് തന്റെ തുഹഫയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. യംബഗി അൻ യകൂനൽ മുഹന്നഖു. മുഹന്നഖ് ഒരു കുഞ്ഞിനെ, ജനിച്ചു വീണ കുഞ്ഞിന്, പരിശുദ്ധയായ കുഞ്ഞിന്, മനസ്സ് പ്ലേറ്റ് പോലെ പവിത്രമായ പളുങ്ക് പോലെ ഇരിക്കുന്ന കുഞ്ഞിന് അവൻ ദുനിയാവിൽ വരുമ്പോ അവൻ ആദ്യം കൊടുക്കുന്ന മധുരം കൊടുക്കുന്ന ആൾ ലഹു മിൻ അഹ്ലിൽ ഖൈരി, അവൻ ഖൈറിന്റെ അഹ്ലുകാരനാകട്ടെ. ഖൈറിന്റെ അഹ്ലുകാരനാകട്ടെ. അവൻ ഖൈറിന്റെ അഹ്ലുകാരനാകട്ടെ. ഇനി അങ്ങനെയല്ല, ഫഇല്ലം യകുൻ റജുലുൻ, ഖൈറിന്റെ അഹ്ലുകാരനായ ഒരു പുരുഷനില്ല എങ്കിൽ ഫംറഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ് മതിയെന്ന് പരിശുദ്ധ ഇസ്ലാം. ഹൈറിന്റെ അയൽക്കാരായിരിക്കണം. ആരാ ഹൈറിന്റെ അയൽക്കാര്? മഹാന്മാരായ സയ്യിദന്മാര്, അള്ളാഹുവിന്റെ സൂഫിയാക്കളായ മഹാരഥന്മാരായ ഔലിയാക്കന്മാർ, നല്ല കൂറും തേനും മാറുമുള്ള പണ്ഡിതന്മാരായിരിക്കണം. പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള തങ്ങന്മാരാണെങ്കിൽ മിയാ മിയാ ഒന്നും നോക്കണം. അപ്പൊ അതങ്ങനെ പാണക്കാട് തങ്ങന്മാരെ കൊണ്ട് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിർത്താൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഭാര്യ ഗർഭിണിയായിട്ട് നാളെ പ്രസവമാണെങ്കിൽ തലേ ദിവസമൊക്കെ പാണക്കാടൊന്ന് പോയിട്ട് അവരുടെ വാ കൊണ്ട് ചവച്ചരച്ച് ഒരു മധുരം സൂക്ഷിച്ചു വെച്ചേക്കണം ഒരു ചെറിയ പ്ലേറ്റിൽ. അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാതെ ആരെങ്കിലും വിളിച്ചു കൊടുക്കരുത്. നമ്മളെ ഉമ്മയെ കൊണ്ടോ നമ്മളെ വല്യമ്മയെ കൊണ്ടോ സാധാരണ ഇപ്പൊ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു നമ്മളെ മാമിയുടെ അപ്പൊ ഗർഭിണിയായപ്പോ ഒരു കൊച്ചുണ്ടാവാൻ നേരത്ത് മോൻ കൊടുക്കൂടാന്ന് ചോദിച്ചു. എന്താ പോലെ ഞാനെങ്ങാനും കൊടുത്താ കൊച്ചിനല്ല സംഭവിക്കും.
സംഭവിച്ചു പോയാ എന്റെ പൊന്നാര ഉമ്മ പേടിയാണ്. കാരണം നമ്മൾ നല്ലതാണോ ചീത്തയാണോ എന്ന് റബ്ബിനല്ലേ അറിയുള്ളൂ. ഏറ്റവും നല്ലൊരു സയ്യിദായിരിക്കൽ ഖൈറാണ്, ഒരു സയ്യിദായിരിക്കൽ. കാരണം എന്താണ് ഒരു സയ്യിദ് എന്ന് പറയുന്നത്? ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ്. ആ നബി തങ്ങളുടെ ചോരയാണ്. ആ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. അതുപോലെ അഹ്ലുൽ ഖൈറായവര് വേറെയില്ല. സയ്യിദന്മാരിൽ മഹാന്മാരെ കൊണ്ടത് ചെയ്യിപ്പിക്കുക. പാണക്കാട്ടത്തെ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പരമ്പരയിൽ 36ാമത്തെ പരമ്പരയിൽ വന്ന പാണക്കാട്ടത്തെ തങ്ങന്മാരാവട്ടെ, അതല്ല ഏത് സയ്യിദന്മാര്, പണ്ഡിതന്മാര്, മഹത്തുക്കള്, അവരെ കൊണ്ട് നിങ്ങൾ കൊടുപ്പിക്കണമേ എന്ന് പരിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കള് സ്വാലിഹാവണമെങ്കിൽ, അവര് ഹാഫിളീങ്ങളാവണമെങ്കിൽ, അവര് ആലിമീങ്ങളാവണമെങ്കിൽ 15 വയസ്സിന് ശേഷം പള്ളിക്ക് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ മക്കള് സ്വാലിഹീങ്ങളാവുക. ഉമ്മമാരെ, അതിനു മുമ്പ് നമ്മൾ നന്നാവണം. ഉമ്മമാരെ, ആസിയ ബീവിയെ പോലെ, മറിയം ബീവിയെ പോലെ, ഫാത്തിമ ബീവിയെ പോലെ നമ്മളാവണം പെങ്ങളെ. ലൂത്ത് നബിയുടെ ഭാര്യയെ പോലെ, നൂഹ് നബിയുടെ ഭാര്യയെ പോലെ ആകരുതേ ഉമ്മമാരെ. ഭർത്താക്കന്മാരെ നിസാരമായിട്ട് നമ്മളെ കാണല്ലേ ഉമ്മമാരെ. കുടുംബജീവിതം കളിയായിട്ട് കാണല്ലേ ഉമ്മ. കുടുംബജീവിതം തമാശയായിട്ട് കാണല്ലേ ഉമ്മ. അതിനകത്ത് നടക്കുന്ന ചലനങ്ങളും നിശ്ചലനങ്ങളും ഗൗരവമായിട്ട് എടുത്തിട്ട് നീ ഒന്ന് നിയന്ത്രിച്ചാൽ ഔഷധത്തോടെ വരുന്ന ഭർത്താവിനെ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് വരവേക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, നിന്റെ മക്കളെ ദീനിയായ മദ്രസയുടെ കലാലയത്തിന്റെ മുറ്റത്ത് വിട്ട് ആ മക്കളെ ഒന്ന് ഖുർആൻ ഓതി പഠിപ്പിച്ചാൽ ഇതൊക്കെ നിനക്ക് സ്വാലിഹായ നിന്റെ ഈമാനുള്ള മരണത്തിനത് കാരണമാകും പെങ്ങളെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചെടുക്കുക.